വയസ്സായില്ല. അവിടെ കണ്ടു സെയിം ഓൾഡ് നെയിൽസ് കുറേ നാളായിട്ട്. ഹായ് ഹലോ മൈ പീപ്പിൾ, മൈ നെയിം ഇസ് ഐറിസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോ. സോ ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടില്ല. റീസെൻ്റ്ലി ഞാൻ 2-3 ഡേയ്സ് ആയിട്ട് ഷോർട്സായിട്ട് റാൻഡം മിനി വ്ളോഗ് പോലെ ഞാൻ ഇടുന്നുണ്ട്. സോ ദിസ് ഈസ് ലൈക്ക് മൈ കം ബാക്ക്. പിന്നെ ഡിസ്ക്ലെയിമർ പറയാനാണെങ്കിൽ ഈ വീഡിയോ 2 വർഷം മുന്നത്തെ വീഡിയോ. ഞാൻ UK വരണതിന് മുന്നേ ഞാൻ വർക്കിൽ നിന്ന് റിസൈൻ ചെയ്തു. എനിക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വാ നമുക്ക് എവിടെയെങ്കിലും ഇപ്പം പോവാം, അല്ലെങ്കിൽ നീ വേഗം പൊയ്ക്കളയെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ഒരു വ്ളോഗാണ്. ഐ മീൻ ആൻഡ് ഐ ലുക്ക് റിയലി ഡിഫറെൻറ്റ്. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ഇതാരാ എന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ. സോ ദിസ് ഈസ് എ ഡിസ്ക്ലെയിമർ. ദിസ് ഈസ് നോട്ട് ഞാൻ നാട്ടിൽ വന്നത് ഇതിൻ്റെ 2 വർഷം മുന്നത്തെ വീഡിയോ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഞങ്ങൾ നിന്ന് സ്റ്റേ ഇവിടെയായിരുന്നു. ഇറ്റ് വാസ് എ പ്രിറ്റി ഗുഡ് വൺ. നല്ല അഫോർഡബിൾ റേറ്റിൽ അന്ന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നു. എനിക്ക് പേര് ആക്ച്വലി ഓർമ്മയില്ല. ഇത് ആക്ച്വലി വർക്കല ക്ലിഫിലുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ വർക്കല വരുമ്പോൾ കറക്റ്റ് ഇപ്പം നമ്മൾ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ വർക്കല ക്ലിഫ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടുതന്നെ ആ ഒരു മെയിൻ ക്ലിഫിലുള്ള ഒരു സ്റ്റേ ആണിത്. ആൻഡ് ലൈക്ക് സ്ട്രേറ്റ് ആഫ്റ്റർ വി ചെക്ക്ഡ് ഇൻ വി ഹെഡഡ് ടു ഹാവ് സം ബ്രേക്ക്ഫാസ്റ്റ്. ഭയങ്കര വിശന്ന് കത്തിയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഡാർജിലിംഗ് കഫേയിൽ കയറി. ഡാർജിലിംഗ് കഫേയുടെ ജസ്റ്റ് സൈഡിലുള്ള സ്റ്റേ ആണ് ഇത്. ഓക്കെ, സോ ഞങ്ങൾ റെഡിയായി. ലൈക്ക് ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ വി ഗോട്ട് റെഡി ആൻഡ് വി ആർ ഹെഡിങ് ഔട്ട് ടു എ ക്യാഫേ. ഇവിടെ ഉള്ള ക്യാഫേ അല്ല, ഐ മീൻ ഈ മെയിൻ ക്ലിഫിലുള്ള ക്യാഫേ അല്ല, കുറച്ച് പോകണം. സോ ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. സോ ദിസ് ഈസ് ലൈക്ക് ഗെറ്റിംഗ് റെഡി ആൻഡ് ഫിറ്റ് ചെക്ക് ആൻഡ് ഓൾ. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. എന്നെ ഇതാക്കരുത്. ആ കൈ വയ്ക്കും ബിക്കോസ് എൻ്റെ ഈ കയ്യിൽ നെയിൽസ് ഉള്ളത്. ഓക്കെ, ദ ക്യാഫേസ് നെയിം ഇസ് സോൾ ആൻഡ് സർഫ്. ഞങ്ങൾ കുറച്ച് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഒരു സൺസെറ്റൊക്കെ കണ്ട്
അങ്ങനെ കുറേ അധികം നേരം ഇരുന്നായിരുന്നു. സോ വി കുഡ് സീ ദിസ് ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു സ്കൈയും സീയിലുള്ള ട്രാൻസിഷൻ ഞങ്ങൾ വന്നപ്പോഴും കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ടും ലൈക്ക് ഇങ്ങനെ ഈവനിങ് ആവും തോറും അല്ലെങ്കിൽ ലേറ്റ് ആവും തോറും ഇറ്റ് വാസ് ഗെറ്റിംഗ് മോർ പ്രിട്ടിയർ. ഭയങ്കര രസമായിരുന്നു അതിങ്ങനെ കണ്ടിരിക്കാൻ. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ആൻഡ് വി ഹാഡ് എ നൈസ് ഗുഡ് തെറപ്പി സെഷൻ. ഐ സ്റ്റിൽ റിമെമ്പർ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ലൈക്ക് വി എൻഡഡ് അപ്പ് ക്രൈയിങ്. I don't know, like I still remember the conversation we had, like life ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. It was so good. Like it was a perfect spot. അങ്ങനെ പോയി ഇരിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറച്ചൊരു തെറപ്പി സെഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ചെയ്യാൻ, ലെറ്റ് ഔട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് സോ ഗുഡ്. ഭയങ്കര നല്ലൊരു സ്പേസ് ആയിരുന്നു. ദ ഫുഡ് ദെയർ, I think we did not have any food. We just had a coffee. I mean the cold coffee, which was fine. Yeah, കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് അടിപൊളിയായിരുന്നു ഞാൻ പറയില്ല, കുഴപ്പമില്ലായിരുന്നു. But the space was beautiful. ഓക്കെ, സോ ഇറ്റ്സ് ദ സെയിം ഡേ. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി, ഡ്രസ്സൊക്കെ മാറി ഡിന്നർ കഴിക്കാൻ പുറത്ത് പോവാണ്. വി നോട്ട് ഗോയിങ് എനി ഫാർ. സെയിം ഇവിടെ ഉള്ള ഈ സ്റ്റേയിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കഴിക്കാൻ പോണേ. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, വിചാരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലടാ. ഞാൻ എടുത്തില്ലേ? കഴിക്കുവായിലോട്ട് അങ്ങോട്ട്. രസല്ലേ? നോക്കൂ, നല്ല രസമുണ്ട്. ടയർഡായ അടിപൊളി. നിൽക്കുക, ഹോൾഡ് ചെയ്യേ. അകത്തോട്ട് നേരെ കയറട്ടെ. ഒന്ന് ഇത് മേളിലോട്ടൊന്ന് പൊന്തുമ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് വിട്ടു കൊടുത്താൽ മതി. ഒന്ന് വിട്ടേക്ക്. ആ വിട്ടേ. സോറി. നമ്മളെ Alright, so this is day 2 and ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ഇതും മെയിൻ ക്ലിഫിലുള്ള ക്യാഫേ അല്ല, കുറച്ച് അവിടെ നിന്ന് നീങ്ങിയിട്ടുള്ളൊരു ക്യാഫേയിലായിരുന്നു. ആൻഡ് ഇറ്റ്സ് കോൾഡ് ട്രിപ്പിസ് ലൈഫ്. ആൻഡ് യാ, ഇറ്റ് വാസ് നാട്ട് എ ബ്യൂട്ടിഫുൾ ക്യാഫേ. എനിക്ക് കുറച്ചുകൂടെ സർഫ് ഇൻ സോളിനെക്കാളും കൂടുതൽ ഇഷ്ടമായത് ട്രിപ്പിസ് ലൈഫാണ്. സോ ഇഫ് എനി വൺ ഓഫ് യു ഗൈസ് ആർ പ്ലാനിങ് ടു വിസിറ്റ് വർക്കല, പ്ലീസ് ഡോണ്ട് മിസ് ദ സ്പോട്ട്. കുറച്ച് അവിടെ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇറ്റ്സ് വർത്ത്. നല്ല അടിപൊളി സ്പേസാണ്. എനിക്ക് രാത്രി ആകുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും. പക്ഷേ ഞങ്ങൾക്ക് രാത്രി വരെ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ലൈക്ക് ഇൻസ്റ്റയിൽ അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ട്രെയിൻ തിരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ആക്കിയത്. അതർവൈസ് ഞങ്ങൾ രാത്രി വരെ നിന്നേനെ. ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ടൈമിൽ പോയാൽ യു ഗൈസ് ആർ ഗോണ ഗെറ്റ്
ബോത്ത് ദ വ്യൂസ്. ഈവനിങ് ടൈമിൽ പോവുകയാണെങ്കിൽ ആ ഒരു സൺസെറ്റും കിട്ടും, എന്നാൽ കുറച്ചും കൂടെ ലേറ്റായ ആ നൈറ്റ് വൈബും കിട്ടും. സോ മേക്ക് ഷുവർ യു ഗോ അറ്റ് ദാറ്റ് ടൈം.